1 ദിനവൃത്താന്തം 17-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. എൻ്റെ ദൈവമേ, അടിയന് നീ ഒരു ഗൃഹം പണിയുമെന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അതുകൊണ്ട് അടിയൻ തിരുസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ധൈര്യം പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഭവനരഹിതർ ഭവനത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശം കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം ഒരു വലിയ സന്തോഷമാണ്. എന്നാൽ ഭവനമുള്ളവർക്ക് ആ സന്തോഷം ഉണ്ടാകണമെന്നില്ല. നമുക്കാരെങ്കിലും ഒരു ഭവനത്തെക്കുറിച്ചുള്ള ഒരു വാഗ്ദാനം തന്നാൽ, നമുക്ക് ഭവനമില്ലാത്തവരെങ്കിൽ ഓരോ രാവും പകലുമെല്ലാം നമ്മൾ ആ ഭവനത്തെക്കുറിച്ച് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. ആ ഭവനം പൂർത്തിയാകുമ്പോൾ അതെങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെ, ഇതെല്ലാം നമ്മളിങ്ങനെ എപ്പോഴും നമ്മുടെ ഊണിലും ഉറക്കത്തിലും യാത്രയിലുമെല്ലാം നമ്മുടെ മനസ്സിൽ ആ ചിന്തയെല്ലാം ആ പൂർത്തിയാകുന്ന ആ ഭവനത്തിൻ്റെ എലിവേഷനാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത്. ആ ദൂരെ നിന്ന് നോക്കിയാൽ, മറ്റുള്ളവർ നോക്കിയാൽ എത്ര മനോഹരമാണ്, അല്ലെങ്കിൽ എത്ര വ്യത്യാസം മറ്റുള്ളവരുടെ ഭവനത്തിൽ നിന്ന് നമ്മുടെ ഭവനത്തിനുണ്ടെന്നൊക്കെ യാഥാർത്ഥ്യമല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നാൽ ഭവനത്തെക്കുറിച്ചുള്ളതായ ഒരു വാഗ്ദാനം വെറും ഒരു വാഗ്ദാനം മാത്രമാണെങ്കിൽ കുറച്ചു നാൾ കഴിഞ്ഞ് അത് സഫലമാകാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതൊരു നിരാശയായി ഭവിക്കും. പിന്നീട് വന്ന് ചിലരൊക്കെ വാഗ്ദാനം കേട്ട് ജീവിതത്തിൽ ഭവനത്തെക്കുറിച്ചുള്ളതായ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാതെ ഈ ഭൂമിയിൽ നിന്നും മറയപ്പെട്ടവർ വളരെയുണ്ട്. ആഗ്രഹം മാത്രം നിലനിന്നും മോഹം മാത്രം, സ്വപ്നങ്ങൾ മാത്രം നിലനിന്നു. എന്നാൽ പലർക്കും ഭവനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം ലഭിച്ചിട്ടുള്ള പലരും അത് ലഭിച്ചപ്പോൾ അവരാഗ്രഹിച്ചതുപോലെയുള്ള ഒരു ഭവനമായിരുന്നില്ല. അവരുടെ വിഭാവനം പോലെയും സ്വപ്നം പോലെയുമുള്ള ഒരു സൗകര്യം അതിലുണ്ടായിരുന്നില്ല. ഇവിടെ ഇതാ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യസ്തമായ ഒരു അനുഭവത്തിൽ ആണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ചൂണ്ടിക്കാണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആദ്യം ദൈവം തന്നോട് സംസാരിച്ചിരുന്ന ഒരു ഭവനത്തെക്കുറിച്ച് താനും ദൈവത്തോട് സംസാരിച്ചിരുന്നു. താൻ രാജാവാണെങ്കിലും ധനികനാണെങ്കിലും കൊട്ടാരത്തിലാണ് പാർക്കുന്നതെങ്കിലും സ്വന്തമായ ഒരു ഭവനമില്ല. താൻ വയ്ക്കാത്ത അല്ലെങ്കിൽ പണിയാത്ത ഒരു ഭവനത്തിലാണ് അല്ലെങ്കിൽ ഒരു കൊട്ടാരത്തിലാണ് താൻ താമസിക്കുന്നത്. ആടുകളെ നോക്കി നടക്കുമ്പോൾ തന്നെ കൊട്ടാരത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. അവിടെ രാജാവാക്കി ശൗൽ പണിഞ്ഞതായ കൊട്ടാരത്തിൽ ശൗലിൻ്റെ സിംഹാസനത്തിൽ താൻ ഇരിക്കുകയാണ്. പക്ഷെങ്കിൽ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം താൻ ചിന്തിക്കുന്നത് അത് പോരാ, എനിക്ക് എൻ്റെ ആഗ്രഹം പോലെ, എൻ്റെ വിഭാവനം പോലെ, എൻ്റെ സ്വപ്നം പോലെ ഒരു ഭവനം വേണം. അതിനുവേണ്ടി ദാവീദിനൊരു ഭംഗിയായ അല്ലെങ്കിൽ വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു മാസ്റ്റർ പ്ലാൻ. ആ വഴികളൊക്കെയും ദൈവത്തോട് താൻ അറിയിക്കുകയുണ്ടായി. അങ്ങനെയാണ് ദാവീദ് പലപ്പോഴും സങ്കീർത്തനം എഴുതുമ്പോൾ നിന്റെ വഴികളെ, നിന്റെ സ്വപ്നങ്ങളെ, നിന്റെ ആഗ്രഹങ്ങളെ ദൈവത്തെ ഫലമേൽപ്പിക്കുക, അവൻ അത് നിർവഹിക്കും. ദാവീദ് ഒരു കാര്യം മനസ്സിലാക്കി, ആഗ്രഹം എത്ര ഉണ്ടെങ്കിലും ഭവനത്തെ സംബന്ധിച്ചുള്ള ഒരു ആഗ്രഹം നമുക്ക് എത്ര വലുതാണെങ്കിലും ദൈവം പണിഞ്ഞെങ്കിൽ മാത്രമേ ആ ഭവനം സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ. യഹോവ പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ പണിയുന്നു. അല്ലെങ്കിൽ പണിക്കാരൊക്കെ വൃഥാ പണിയുകയാണ്. ദൈവം പണിഞ്ഞെങ്കിൽ മാത്രമേ ആ ഭവനം ശാശ്വതമാകത്തുള്ളൂ എന്ന് ദാവീദ് പൂർണ്ണമായി വിശ്വസിച്ചു. നോക്കൂ, ഇവിടെ ദാവീദ് സംസാരിക്കുന്നതായ കാര്യങ്ങൾ നമ്മുടെ ചിന്താഗതിയോട് ദൈവത്തിന് സംസാരിക്കുവാൻ, നമ്മുടെ ആത്മാവിനോട് ദൈവത്തിന് സംസാരിക്കുവാൻ ഒരു വഴിയൊരുക്കുന്ന പ്രാർത്ഥനയാണ്. താൻ പറയുകയാണ്, എനിക്ക് വേണ്ടി ഒരു ഭവനം നീ പണിയുമെന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നു എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും ഒരു വാഗ്ദാനം, ഭവനമില്ലാത്തവർക്ക് ഒരു ഭവനത്തിന് വേണ്ടിയുള്ള ഒരു വാഗ്ദാനം ചെയ്യുമ്പോൾ അതിനുവേണ്ടി പണം ഇറക്കി അതിൻ്റെ ധനം സാങ്ഷൻ ചെയ്ത് അല്ലെങ്കിൽ അനുവദിച്ച് അത് പണി തുടങ്ങുമ്പോഴാണ് തീർച്ചയായിട്ടും അത് വാഗ്ദാനം മാത്രമല്ല, ഞങ്ങൾക്ക് ഈ ഭവനം പണിഞ്ഞു കിട്ടുന്നതൊരു തീർച്ചയുണ്ടാകും. അതുപോലെ ദാവീദിനോട് ദൈവം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു, സ്പഷ്ടമായി കാണിച്ചു കൊടുത്തു. ദൈവം തനിക്ക് വേണ്ടി ഒരു ഭവനം പണിയുമെന്ന് അവൻ ഉറപ്പായി. അപ്പോൾ അങ്ങനെ ഉറപ്പായപ്പോൾ എന്താണ് പിന്നെ ദാവീദ് പറയുന്നറിയാമോ? അതുകൊണ്ട് തിരുസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ എനിക്കൊരു ധൈര്യം കിട്ടി. ഭവനത്തിൻ്റെ വാഗ്ദാനം മാത്രമല്ല ദൈവം ചെയ്തത്, ദൈവം അത് ഉറപ്പാക്കി കൊടുത്ത് സ്പഷ്ടമായി തനിക്ക് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവൻ്റെ പ്രാർത്ഥനയുടെ ഭാവങ്ങളൊക്കെ മാറി, അല്ലെങ്കിൽ ആ വാക്കുകളൊക്കെ മാറി, ദൈവത്തിനോട് പറയുന്നതായ സ്തോത്രങ്ങളുടെയൊക്കെ രീതികളങ്ങ് മാറി.
അവന് വലിയ ധൈര്യം അവൻ്റെ ജീവിതത്തിലുണ്ടായി. ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. അവൻ വാക്കുമാറാത്തവനാണ്, അനന്യനാണ്. അവൻ വാഗ്ദത്തം ചെയ്ത് നിവർത്തിക്കുമെന്നുള്ളതായ ഒരു ബോധം, ഒരു നിശ്ചയം അവനിലുണ്ടായി. അങ്ങനെ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ടായി. ധൈര്യമുള്ള പ്രാർത്ഥന, ധൈര്യത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുവാനുള്ളതായ ഒരു ഉത്സാഹം ദാവീദിന് കൈവരികയുണ്ടായി. എന്നാൽ ദാവീദിന് പണിഞ്ഞതായ ഭവനമോ ദാവീദിൻ്റെ ആഗ്രഹങ്ങളോ ദൈവം തനിക്ക് വെളിപ്പെടുത്തി കൊടുത്തതായ കാര്യങ്ങളോ അല്ല ദൈവത്തിൻ്റെ ആത്മാവി പ്രഭാതത്തിൽ നമുക്ക് തരുന്നതായ സന്ദേശം. അതേ അധ്യായത്തിൻ്റെ 26-ാം വാക്യമാണ്. നമുക്കൊന്ന് വായിക്കാം. 26-ാം വാക്യം. അതുകൊണ്ട് അടിയന്റെ ഗ്രഹം തിരുമുമ്പാകെ എന്നേക്കും ഇരിക്കേണ്ടതിന് നിനക്ക് എന്നോട് പ്രസാദം തോന്നിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭവനങ്ങളൊക്കെ ഈ ലോകത്തിലെ ഭവനങ്ങളൊക്കെ താൽക്കാലികമാണ്. നാം ഒരു ഭവനം പണിഞ്ഞാൽ അതിന് കൂടി വന്നാൽ 40-50 വർഷത്തെ ഫാഷനേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമ്മുടെ തലമുറകൾ അത് തല്ലിപ്പൊളിക്കും. കാരണം അവർ ജീവിക്കുന്ന ആ ലോകത്തിലേക്ക് പറ്റിയതുള്ള ഫാഷനല്ല. എന്നേക്കുമുള്ളതായ ഒരു ഫാഷനിൽ ഒരു വീട് പണിയാൻ കഴിയില്ല. വീടിന് താൽക്കാലികമായ ഫാഷനേ ഉള്ളൂ, അല്ലെങ്കിൽ എലിവേഷനേ ഉള്ളൂ. കാലങ്ങൾ കഴിയുന്തോറും, വർഷം കഴിയുന്തോറും പുതിയ പുതിയ ഭവനങ്ങൾ. നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കൾ വെച്ചിട്ടുണ്ടായിരുന്ന ഭവനങ്ങൾ നല്ല ഉറപ്പുള്ള ഭവനമായിരുന്നു. കരിങ്കല്ല് കൊണ്ടും ഇഷ്ടിക കൊണ്ടുമൊക്കെ നല്ല രീതിയിൽ ഉറപ്പുള്ള ഭവനമായി, നല്ല കാതലുള്ള തടി കൊണ്ടൊക്കെ ചില അരമനകളൊക്കെ പണിഞ്ഞിരിക്കുന്നത് കണ്ടാൽ കാതലുള്ള തടി കൊണ്ട് പണിഞ്ഞിരിക്കുന്ന അറയും നിരയും ഒക്കെ. പക്ഷെങ്കിൽ അത് കുഞ്ഞുങ്ങളുടെ തലമുറകളുടെ നോട്ടത്തിൽ വളരെ വില കുറഞ്ഞതാണ്. അവർ കൊണ്ടാണ് ചെയ്തെന്നറിയാം. JCB കൊണ്ടുവന്ന് അടിച്ചു പൊളിച്ച് കളഞ്ഞതിന് ശേഷം അവരൊരു പുതിയ ഭവനം പണിയുന്നു. കാരണം നേരത്തെ പണിഞ്ഞതൊന്നും ശാശ്വതമല്ല. നാം ഇപ്പോൾ ഒരു ഭവനം പണിയുമെങ്കിലും 4-5 വർഷം കഴിയുമ്പോൾ അത് ഫാഷൻ കുറഞ്ഞ വീടായിട്ട് മാറും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് കണ്ടാൽ ഇഷ്ടമല്ല, തല്ലിപ്പൊളിച്ച് കളയാൻ തോന്നും. വേറൊരു പുതിയ ഫാഷൻ, എന്നും മാറി മാറി വരുന്നതായ എലിവേഷൻ, ചിന്താഗതികൾ, സൗകര്യങ്ങളെക്കുറിച്ചുള്ളതായ ഒരു ഭാവന, അതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭവനത്തെക്കുറിച്ചുള്ളതായ തൻ്റെ പ്രത്യാശ, എൻ്റെ ഭവനം അങ്ങനെ ആകരുത്, എന്നേക്കും നിൽക്കുന്ന ഒരു ഭവനമായി അത് മാറണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എന്നേക്കും നിൽക്കുന്നതായ ഒരു ഭവനത്തെക്കുറിച്ച് ഒരു പ്രത്യാശയുള്ള മനുഷ്യനായിരുന്നു അബ്രഹാം. എബ്രായ സഭയോട് അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുമ്പോൾ അദ്ദേഹം കൈപ്പണി അല്ലാത്ത സ്വർഗീയമായ ഒരു ഭവനത്തിന് വേണ്ടി കാത്തിരുന്നുകൊണ്ട് കൂടാരങ്ങളിൽ പാർത്തു. ഈ ലോകത്തിലെ ജീവിതങ്ങളും കൂടാരങ്ങളും പണികളും എല്ലാം, ഈ ശില്പങ്ങളെല്ലാം താൽക്കാലികമാണെന്ന് താൻ വിശ്വാസത്തിൽ കണ്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആ ചിന്താഗതി, ദൈവത്തിൻ്റെ നമ്മിലുള്ളതായ ആഗ്രഹത്തിൻ്റെ പ്രകടനമാണ് ഈ വചനത്തിൽ കൂടെ ഈ പ്രഭാതത്തിൽ നമുക്ക് വെളിപ്പെടുത്തുന്നത്. നമ്മളിൽ പലരും ഭവനമില്ലാത്തവരുണ്ട്. ഭവനമില്ലാത്തവർക്ക് വേണ്ടി ദൈവം കൊടുക്കുന്ന ഒരു വാഗ്ദാനം, ഈ ലോകത്തിലെ ഭവനം ഞാൻ നിനക്ക് വേണ്ടി ഒരു ഭവനം പണിയും. അത് ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ടാവും. എങ്ങനെ വെളിപ്പെടും? അത് വിശ്വാസത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറയുന്നത് പോലെ നമ്മൾ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഭവനം ദൈവത്തിൽ നിന്ന് നമുക്ക് തരുവാൻ ദൈവത്തിന് പ്രസാദകരമാകും. നമ്മുടെ മോഹങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും പലപ്പോഴും അത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കണമെന്നില്ല. എന്നാൽ ഭവനം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം തക്ക സമയത്ത് അത് നിറവേറ്റി തരും. അതിനങ്ങേപ്പുറത്ത് ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് സംസാരിക്കുവാനുള്ളത്, നമ്മുടെ ഭവനം 2-3 കാര്യങ്ങൾ ഭവനം എന്നുള്ളൊരു വാക്കുകൊണ്ട് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ വ്യക്തിപരമായ ജീവിതം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും നിങ്ങൾ ലോകത്തു നിന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുക, നിങ്ങൾ ശരീരങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ ദൈവത്തിനുള്ളവരെന്നും അറിയുന്നില്ലയോ, ദൈവത്തിൻ്റെ ഭവനമെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നമ്മോട് പറയുന്നുണ്ട്. നാം ദൈവത്തിൻ്റെ ഭവനമാണ്. നാം ദൈവത്തിൻ്റെ ഭവനമായിരിക്കാൻ ഇത് താൽക്കാലികമായ ചിന്താഗതികളിൽ നിന്ന് നമ്മളൊരു സ്ഥിരമായ ഭവനത്തെക്കുറിച്ചുള്ള പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുമ്പോഴാണ് അത് ദൈവത്തിന് പ്രസാദകരമായി തീരുന്നത്. 2, നമ്മുടെ കുടുംബജീവിതം ഒരു ഭവനമാണ്. നമുക്കറിയാം, ഇന്ന് കുടുംബജീവിതങ്ങളുടെ കാര്യങ്ങൾ താൽക്കാലികമായി അല്പനാളുകൾ മാത്രം നിലനിൽക്കുന്ന ഭവനമാകുന്ന കുടുംബങ്ങളുണ്ട്. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അത് തല്ലിപ്പിരിഞ്ഞ് തരിപ്പണമാകുന്ന കുടുംബങ്ങൾ. എന്നാൽ ദാവീദ് പറയുന്നു, എൻ്റെ ഭവനം എത്ര വലിയ മനോഹരമായ കൊട്ടാരമാണ് നീ എനിക്ക് തരുന്നതെങ്കിലും അതിൻ്റെ മനോഹാരിതകളിലല്ല എനിക്ക് പ്രത്യാശയുള്ളത്. അത് എന്നേക്കും നിലനിൽക്കുന്ന നിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു ഭവനമായി അത് മാറണം. ദൈവത്തിന് ഭവനങ്ങളെ കുറിച്ച്
ദൈവത്തിന്റെ ആത്മാവ് ദാവീദ് തന്നെ പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയുകയാണ്, ദുഷ്ടന്റെ വാസസ്ഥലത്തിനടുത്തൂടെ ഞാൻ പോയി, ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അത് വലിയ തളിർത്ത്, അത് വളരെ മനോഹരമായ കെട്ടിടങ്ങളും അത് വലിയ മന്ദിരങ്ങളും അനേകം മുത്തുകളാലും മാലകളാലും ഒക്കെ അലങ്കരിച്ചതായിരുന്നു. പക്ഷെ ഞാൻ തിരികെ വന്നപ്പോൾ അത് സ്ഥലം കണ്ടില്ല. അങ്ങനെയുള്ള ഒരു കെട്ടിടം അവിടെ നിന്നിരുന്നത് തന്നെ അടയാളം പോലുമില്ല. എല്ലാം പോയി. എങ്ങോട്ട് പോയി ആർക്കും അറിയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്നു, എന്നാൽ തിരികെ വരുമ്പോൾ അത് ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ട ദൈവത്തിന് മക്കളെ, നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ സുസ്ഥിരമായ ജീവിതം ആണെങ്കിൽ മാത്രമേ, സുസ്ഥിരമായ ഒരു കുടുംബ ജീവിതം, സുസ്ഥിരമായ ഒരു വ്യക്തിപരമായ വിശ്വാസ ജീവിതം, ഒരു ഭവനമായി, ദൈവത്തിന് മാന്യമായ ഭവനമായി, ദൈവത്തിന് പ്രസാദകരമായ ഭവനമായി കാണപ്പെടുമ്പോഴാണ്. അതാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ദാവീദ് പറയുന്നത്, നിന്റെ സന്നിധിയിൽ എന്നേക്കും അത് ഇരിക്കേണ്ടതിന്, അതിനെ അനുഗ്രഹിപ്പാൻ നിനക്ക് പ്രസാദം തോന്നിയിരിക്കുന്നു. അപ്പോൾ ദൈവം പ്രസാദിക്കുന്ന ഒരു ഭവനമായി വ്യക്തിപരമായ ജീവിതം, കുടുംബ ജീവിതം, കുഞ്ഞുങ്ങളുടെ ജീവിതം, തലമുറകളുടെ ജീവിതം, നമ്മൾ ഒത്തുചേർന്ന് വസിക്കുന്ന ആ ജീവിതം, അതെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നിത്യതയുള്ള ഭവനമാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തെക്കുറിച്ച്, നിത്യതയുടെ ഭവനത്തെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനുള്ള ഭവനം, ഒരു ചിന്താഗതിയുള്ള ഭവനം. അവർ ആഹാരത്തിൽ ഇരിക്കുമ്പോൾ നിത്യമായ ഭവനത്തിൽ, ഈ ലോകത്തിലുള്ള ഭവനങ്ങളൊക്കെ താൽക്കാലികമാണ്. ഇതെല്ലാം, ഈ കൂടാരങ്ങളൊക്കെ മറഞ്ഞു പോകും. ഈ കൂടാരം കൈപ്പണിയായ ഈ കൂടാരം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തൊരു ഭവനം നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ടെന്നുള്ളതായ ആ ചിന്താഗതി, അത് തലമുറകളിലേക്കും പകർന്നു കൊടുക്കുന്ന ഒരു ജീവിതം, അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഭവനത്തിനുണ്ടാകുന്ന അനുഗ്രഹം, അവിടെ ഉണ്ടാകുന്ന പ്രാർത്ഥനയ്ക്ക് ഒരു ധൈര്യമുണ്ട്, ആ പ്രാർത്ഥനയിൽ ഒരു പ്രത്യാശയുണ്ട്, ആ പ്രാർത്ഥനയിൽ മറ്റുള്ള പ്രാർത്ഥനകളിൽ നിന്നൊരു വ്യത്യാസം. എനിക്ക് ഭവനം തരണമേ എന്നുള്ളതല്ല, ദൈവം എനിക്കത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് ദൈവസന്നിധിയിൽ ധൈര്യത്തോടുകൂടിയുള്ളതായ ഒരു പ്രാർത്ഥനയ്ക്ക് അവിടെ തുടക്കം കുറിക്കുന്നു. അങ്ങനെ തുടക്കം കുറിക്കുമ്പോൾ അടുത്ത വഴി ദാവീദിന്റെ ആഗ്രഹം, കർത്താവേ, ഈ ലോകത്തിലുള്ളതായ ഭവനത്തിന്റെ ഭംഗിയല്ല, ആ ഭവനം എത്ര കുറഞ്ഞതാണെങ്കിലും, എത്ര ഭംഗിയുള്ളതാണെങ്കിലും, എത്ര മഹത്വമുള്ളതാണെങ്കിലും നിന്റെ സന്നിധിയിൽ എന്നേക്കും നിലനിൽക്കുന്ന ഭവനമായി കാണപ്പെടും. നാം ദൈവസന്നിധിയിൽ നിലനിൽക്കാതിരുന്നാൽ, നാം ലോകത്തിൽ എത്ര ധനികരാണെങ്കിലും, എത്ര വലിയ ഭവനത്തിൻ്റെ ഉടമകളാണെങ്കിലും, അത് നിമിഷ നേരം കൊണ്ട് തരിപ്പണമായി തീരും. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ നിലനിൽക്കുന്നതൊന്നുമില്ല. ഈ ഭൂമിയിലുള്ളതെല്ലാം അഴിഞ്ഞു പോകുന്ന വസ്തുക്കളാണ്. ഈ ഭൂമിയിലെ മഹത്വങ്ങളും സന്തോഷവും ആനന്ദവും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നിമിഷ നേരം കൊണ്ട് അതൊക്കെ ഇല്ലാതായിത്തീരും. ഒരു ഭൂമി കുലുക്കം ഉണ്ടായാൽ സകല ധനികരും സമ്പന്നരും എല്ലാവരും നോക്കൂ, നിരത്തുകളിൽ ഭിക്ഷയാചിക്കുന്നവരെ പോലെ ആയിത്തീരും. ഒരു നേരത്തെ അപ്പത്തിന് വേണ്ടി ഇരക്കുന്നവരാണ്. അവരുടെ വലിയ മൺമാളികകളിൽ നിന്ന് അവർ താഴെ ഇറങ്ങി വന്നേ അപ്പം ഇരക്കുന്ന അവസ്ഥകൾ നമുക്ക് കാണുവാൻ കഴിയും. ഗൾഫ് യുദ്ധ സമയത്ത് അനേകർ ഗൾഫ് രാജ്യങ്ങളിലെ അവസ്ഥകൾ നേരിൽ കാണാൻ എനിക്ക് സഹായിച്ചു. സമ്പന്നരായിട്ടുള്ള അനേകർ വന്ന് ഒരു നേരത്തെ അപ്പത്തിന് വേണ്ടി കൈനീട്ടുന്ന അനുഭവം, ഒരു സമാധാനത്തിന് വേണ്ടി, ഒരു കിടക്കയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു രാത്രി ഉറങ്ങുന്നതിന് വേണ്ടി ധനികരായിട്ടുള്ള മനുഷ്യർ, ഇതര ജാതികൾ, ഇതര രാജ്യക്കാർ, അവർ ചുഴറ്റി ഓടുന്നതായ അല്ലെങ്കിൽ യുദ്ധ മേഖലകളിലെ അവസ്ഥ നമുക്കൊന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ ഭൂകമ്പ മേഖലയിലെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിലെ അവസ്ഥകളൊക്കെ നോക്കൂ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, എത്ര വലിയ സൗധങ്ങൾ ഈ ഭൂമിയിലുണ്ടെങ്കിലും ശരി, അതെല്ലാം താൽക്കാലികമാണ്. നമ്മുടെ ചിന്ത ഇപ്പോഴും അത് നിലനിൽക്കുന്നതാണെന്ന് തോന്നിയെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ നിലനിൽക്കുന്നതല്ല. എന്നാൽ ദൈവം എന്നും നിലനിൽക്കുന്ന ഒരു ഭവനത്തിന്റെ ഉടമകളായി ദൈവം നമ്മെ കാണുമ്പോൾ ദൈവത്തിന് നമ്മിൽ പ്രസാദം ഉണ്ടാകുന്നു. ആ പ്രസാദം ദൈവം നമ്മെ അറിയിക്കുമ്പോൾ, അതിനൊരു നിശ്ചയം ഉണ്ടാകുമ്പോൾ, ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഒരു നിശ്ചയം തരുന്നു, ഉറപ്പ് തരുന്നു, നമ്മുടെ മുൻപിൽ ഒരു വെളിപ്പെടുത്തി കാണിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഒരു ഭവനം പണിയും. അങ്ങനെ പണിയപ്പെടുന്നതായ ഭവനത്തിൽ തലമുറയായി ദൈവത്തിന് സ്വന്തം ജനമായി കാണപ്പെടുന്നത് എത്ര മനോഹരമാണെന്നറിയാം. അതിലെ വാസം പ്രത്യാശയുളവാക്കുന്നതാണ്. സന്തോഷം, സംതൃപ്തിയും ആനന്ദവും അവിടെ ഉണ്ടാകും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട എന്നേക്കും നിലനിൽക്കുന്ന ഒരു ഭവനത്തിന്റെ ഉടമകളായി തീർക്കുന്നതിന് ഈ പ്രഭാതത്തിലെ വചനം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ, നിങ്ങളുടെ തലമുറകളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.